ഹായ് ഫ്രണ്ട്സ്, ഷിപ്പി ടെക് ടിപ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം പറയാൻ പോകുന്നത് നിങ്ങൾ തമ്പനെയിലിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ യൂട്യൂബ് സെർച്ചിങ്ങിൽ മുമ്പത്തെ നിരയിലെത്തിക്കുക എന്നുള്ളതാണ്. അതായത് ആളുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ അവർക്ക് കാണാനായിട്ട് യൂട്യൂബ് തന്നെ മുമ്പിലെ നിരയിൽ എങ്ങനെ എത്തിക്കും, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്തിന് അത്യാവശ്യമായ 3 ടിപ്സ് പറയും. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ മുമ്പിലെത്തിക്കാൻ, സെർച്ചിങ്ങിൽ മുൻനിരയിലെത്തിക്കാനുള്ള ചെറിയ ടിപ്സും പറഞ്ഞു തരും. സോ അത്രയായിരിക്കും ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുക, എന്നാൽ കൃത്യമായി തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വളർത്താൻ സാധിക്കുകയും നിങ്ങളുടെ വീഡിയോ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ കൂടുതലും ഈ ഒരു വീഡിയോ കാണുന്നത് യൂട്യൂബ് ചാനലുള്ളവരായിരിക്കും, അതായത് യൂട്യൂബ് ബിഗിന്നേഴ്സ് ആയിരിക്കും കൂടുതലും. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. അതായത് ഒരു യൂട്യൂബ് ബിഗിന്നറെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ക്ഷമയുള്ള ഒരാളാണെങ്കിൽ മാത്രമേ യൂട്യൂബിൽ വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷ്യമായിരിക്കും 4000 വാച്ച് അവറും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും. യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് അതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അതായത് യൂട്യൂബിൻ്റെ ചാനൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ സെർച്ചിങ്ങിൽ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഒന്നാമതായിട്ട് നാം ചെയ്യുന്ന കണ്ടൻറ്റിനെ സംബന്ധിച്ചാണ്. അതായത് നാം ഏത് വീഡിയോ ചെയ്യുമ്പോഴും അന്നത്തെ കാലത്തുള്ള, അതായത് അന്നത്തെ സമയത്ത് ആ ഒരു ടൈമിലുള്ള വൈറൽ ടോപ്പിക്സ് തന്നെ സെലക്ട് ചെയ്യുക. ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാനിടയുള്ള, ഇടുമ്പോൾ തന്നെ ഏകദേശം നല്ല റീച്ച് ലഭിക്കുന്ന ഒരു ടോപ്പിക്സ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ സമയത്ത് ഇപ്പോൾ ടെക്നോളജി ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ കുക്കിംഗ് ചാനലാണെങ്കിലും മറ്റെന്ത് ചാനലാണെങ്കിലും നിങ്ങളുടെ ചാനൽ എന്താണെങ്കിലും ശരി, ആ ഒരു സമയത്ത് നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയിലുള്ള ഏത് കാര്യമാണോ അന്നത്തെ കാലത്ത് വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു ടോപ്പിക്സ് അല്ലെങ്കിൽ ഫേമസ് ആയിരിക്കുന്നത്, ആ ഒരു ടോപ്പിക് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം നിങ്ങൾ നല്ലൊരു വീഡിയോ ഇടുക. അതാണ് വേണ്ടത്. നല്ല ടോപ്പിക്കാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ വീഡിയോയുടെ തമ്പനെയിലാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് വരുന്നത് ഒരു പക്ഷേ നമ്മുടെ തമ്പനെയിലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും. അതായത് നിങ്ങളുടെ തമ്പനെയിൽ വളരെ വ്യക്തമായതും അതുപോലെ തന്നെ ആളുകൾ കാണുമ്പോൾ തന്നെ ആ ഒരു തമ്പനെയിൽ ടച്ച് ചെയ്ത് നോക്കണം, ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കണം. അത്തരത്തിലുള്ള വളരെ അട്രാക്റ്റീവായിട്ടുള്ള തമ്പനെയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. വളരെ ക്ലിയർ ഉള്ളതും അതുപോലെ തന്നെ നല്ല ഫോണ്ടുകളൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ആൾക്കാരെ ആകർഷിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യണം ആ ഒരു തമ്പനെയിൽ. അങ്ങനെ തമ്പനെയിൽ ക്രിയേറ്റീവായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തമ്പനെയിൽ കൂടി തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് നിങ്ങളുടെ വീഡിയോസിന് ലഭിക്കുന്നതായിരിക്കും. ഇത് കൃത്യമായി ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ബിഗിന്നർ ആണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റീച്ചൊന്നും ഉണ്ടാവാൻ സാധിക്കുകയില്ല. അതായത് ഫസ്റ്റ് നിങ്ങൾ ഇടുമ്പോൾ വീഡിയോക്ക് 5 വ്യൂ, 10 വ്യൂ, 25 വ്യൂ, ആ ഒരു ലെവലിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ വ്യൂസ് ഉണ്ടാകുക. പിന്നെ നിങ്ങൾ വീഡിയോ ഇടുന്നതനുസരിച്ച് അതിങ്ങനെ കൂടി വരും. അത് നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ നിന്ന് അനുഭവിക്കാൻ പറ്റും. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുക. അതായത് ഒരു ദിവസം ഒരു യൂട്യൂബ് ബിഗിന്നറെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 2-3 വീഡിയോ വെച്ചിടുക. പരമാവധി നല്ല വീഡിയോ തന്നെ ഒരുപാട് ഇടാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പതിയെ യൂട്യൂബ് ചാനൽ വളർന്നു വരുമെന്നതിൽ ഒരു സംശയമില്ല. കാരണം യൂട്യൂബ് തന്നെ കാണിച്ച അനുഭവമാണ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായി ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ തന്നെ അറിയാതെ പെട്ടെന്ന് നിങ്ങൾ ക്ലിക്കായി പോകും. അതാണ് യൂട്യൂബ്. നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് ചാനലുണ്ട്. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കി, ഓരോ യൂട്യൂബ് ചാനലിൻ്റെ മുഴുവൻ വീഡിയോസിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെ നോക്കി ഒരു യൂട്യൂബ് ചാനൽ സെലക്ട് ചെയ്യുക. ഏകദേശം ഒരു 5000-6000 വരുന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് അത് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്കറിയാവുന്നത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അതിൻ്റെ വീഡിയോസ് എന്നുള്ള സെക്ഷനിൽ അവരുടെ ഫസ്റ്റ് മുതലുള്ള വീഡിയോ നിങ്ങൾ നോക്കി അതിൻ്റെ ഇങ്ങനെ അവരുടെ കയറ്റം നിങ്ങൾക്ക് പതിയെയുള്ള കയറ്റം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പെട്ടെന്നായിരിക്കും ഒരു വീഡിയോ ക്ലിക്കായി ഉണ്ടാവുക. അപ്പോൾ അതുപോലത്തെ നല്ല കണ്ടൻറ്റ് നിങ്ങൾ എടുത്തിട്ട് വൈറൽ ടോപ്പിക്സ് തന്നെ എടുക്കുക. എന്നാൽ നല്ല റീച്ച് കിട്ടും പെട്ടെന്ന് തന്നെ. അതിനാണ് ഈ ഒരു ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാനുള്ള ആദ്യത്തെ 3 ടിപ്സ്. പിന്നെ നിങ്ങളുടെ
യൂട്യൂബ് വീഡിയോ സെർച്ചിങ്ങിൽ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം YT സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ. YT സ്റ്റുഡിയോ ഈ ഒരു വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലുള്ള യൂട്യൂബ് ബിഗിനേഴ്സായ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും YT സ്റ്റുഡിയോ. ഇതുവരെ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ കണ്ട് പഠിക്കണം. അതായത് YT സ്റ്റുഡിയോ ഒരു യൂട്യൂബ് ചാനൽ ഒരാൾ എന്തായാലും ഡൗൺലോഡ് ചെയ്തിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. അതായത് നമ്മുടെ വീഡിയോയുടെയും ചാനലിൻ്റെയും അനലിറ്റിക്സും കാര്യങ്ങളും ഒക്കെ അറിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നാം ഡൗൺലോഡ് ചെയ്തിരിക്കുക. ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ഇൻസ്റ്റാൾ ആക്കിയില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ മെയിൽ ID വെച്ച് സൈൻ ഇൻ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി പറയാനുള്ളത് നിങ്ങളുടെ വീഡിയോ യൂട്യൂബ് സെർച്ചിൽ മുന്നിലെത്തിക്കാൻ പിന്നെയുള്ള 3 ടിപ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ആ വീഡിയോയുടെ കണ്ടൻറ്റാണ്, രണ്ടാമത്തേത് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനാണ്, പിന്നെ മൂന്നാമത്തേത് വീഡിയോയുടെ #ടാഗുമാണ്. ഈ ഒരു 3 കാര്യം വളരെ വളരെ നീറ്റായിട്ട് നാം ചെയ്തിരിക്കണം. അതായത് കുറച്ച് അതിനും പണിയുണ്ട്. അത് കൃത്യമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ ആ ഒരു കണ്ടൻറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ വീഡിയോ ആയിരിക്കും മുമ്പിൽ കാണുക. അത് പെട്ടെന്നൊന്നും സാധിക്കില്ല. വീഡിയോ ഇട്ട ഉടനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഉടനെ ഒന്നും സാധിക്കില്ല. ഒരു 1-2 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ വീഡിയോ അത് യൂട്യൂബ് സെർച്ചിൽ മുന്നിലെത്തും, ഉറപ്പാണ്. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യും. ഉദാഹരണത്തിനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുകയാണ്. അപ്പം ആദ്യമായിട്ട് ആ കണ്ടൻറ്റ് നമുക്ക് ഇംഗ്ലീഷിൽ ചെയ്യുകയാണെങ്കിൽ ഹൗ ടു ഇൻക്രീസ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അതുതന്നെയാണ് നമ്മുടെ കണ്ടൻറ്റും. അപ്പോൾ ആ ഒരു വേർഡാണ് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസാണ് നമ്മുടെ വീഡിയോയിൽ നാം കണ്ടൻറ്റായി ചേർക്കുക. നിങ്ങൾ എന്ത് കണ്ടൻസിനെ കുറിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് യൂട്യൂബിൽ ഇടുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് യൂട്യൂബിൽ തന്നെ വന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങളുടെ കണ്ടൻറ്റ്. ഞാനിപ്പോൾ ഹൗ ടു ഇൻക്രീസ് അതുതന്നെ നിങ്ങൾക്ക് അടിക്കുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടൻസ്. അതായത് ഹൗ ടു ഇൻക്രീസ്, നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഹൗ ടു ഇൻക്രീസ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, ഹൗ ടു ഇൻക്രീസ് ഇൻസ്റ്റാഗ്രാം ലൈക്സ്, ഹൗ ടു ഇൻക്രീസ് ഫോളോവേഴ്സ്, ഹൗ ടു ഇൻക്രീസ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 2020. അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന വേർഡ്സുകളും കണ്ടൻസുകളും ആയിരിക്കും ഈ ഒരു കണ്ടൻറ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് സജസ്റ്റ് ആയിട്ട് വരിക. ഇതാണ് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന വേർഡുകൾ. ഈ കറക്റ്റ് വേർഡ് നിങ്ങളുടെ ഈ ഒരു കണ്ടൻസ് തന്നെ ചേർക്കുക. നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് ഇതിലുള്ള വേർഡുകളൊക്കെ നിങ്ങൾ കണ്ടൻറ്റിൽ ചേർക്കാൻ ശ്രമിക്കുക കറക്റ്റായിട്ട് തന്നെ. അതിനുശേഷം ആ കണ്ടൻറ്റ് തന്നെ കോപ്പി ചെയ്ത് നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിൽ എന്തിനെക്കുറിച്ചാണോ വിശദീകരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ കുറച്ച് എഴുതിയിട്ട് നിങ്ങളുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുക. പിന്നെ ഞാനിപ്പോൾ കാണിച്ചതുപോലെ തന്നെ നിങ്ങളുടെ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വേർഡ്സുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യുന്ന ഈ ഓരോ വേർഡുകൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഓരോ വേർഡുകളും ഓരോ കണ്ടൻസും വേർഡുകളും നിങ്ങൾ ടാഗായിട്ട് കൊടുക്കുക. അപ്പോൾ #ഒക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. യൂട്യൂബ് സ്റ്റുഡിയോ സാധാരണ നാം അപ്ലോഡ് ചെയ്യുമ്പോൾ ടാഗ് ഇടാനെന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുകയില്ല. ആദ്യം നമ്മൾ സാധാരണ പോലെ അപ്ലോഡ് ചെയ്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്ന് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഒരു പെന്നൈക്കൺ, ഒരു പേനയുടെ അതായത് ഒരു എഡിറ്റ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇട്ട ഒരു വീഡിയോയുടെ മുഴുവൻ അതായത് ഞാനിപ്പോൾ എങ്ങനെയാണ് മൊബൈലിൽ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യുക എന്നാണ് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് ഔട്ട് എന്ന ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹെഡിങ് സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് ഔട്ട് 2020 മലയാളം, പിന്നെ ഇൻക്രീസ് ആൻഡ്രോയിഡ് ഫോൺ സ്റ്റോറേജ് 2020. ഇത് രണ്ടുമാണ് ഞാൻ ഹെഡിങ് ആയിട്ട് നൽകിയിട്ടുള്ളത്. ഞാൻ ഇതുപോലെ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ കണ്ടൻസ് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വേർഡൊക്കെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ടാഗ് മുഴുവൻ നമ്മുടെ ടാഗിൻ്റെ ഇതിൽ കൊടുക്കുക. അതായത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം സ്റ്റുഡിയോയിൽ വന്ന് നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ടാഗിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ എന്താണോ കണ്ടൻറ്റുമായിട്ടുള്ള വേർഡ്സ്, ആ വേർഡ്സോ അല്ലെങ്കിൽ സെൻറ്റൻസോ വേർഡ്സോ ആയിക്കോട്ടെ അത് എഴുതിയതിന് ശേഷം അത് ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ കോമ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് പോയിക്കോളും.
അതുപോലെ തന്നെ നിങ്ങളുടെ ഹാഷ്ടാഗ് വരാൻ നിങ്ങളുടെ വീഡിയോക്ക് ഹാഷ്ടാഗ് ഇടാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി ഹാഷ് ഇട്ടതിന് ശേഷം എന്ത് സ്പേസ് ഇല്ലാതെ നിങ്ങൾ പിന്നെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട വേർഡുകൾ അവിടെ നൽകുക. അത് ഹാഷ്ടാഗായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോ യൂട്യൂബിൽ എടുത്തു നോക്കിയാൽ അതിൻ്റെ മുകളിലായിട്ട് ഹാഷ്ടാഗായിട്ട് നീല നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ വീഡിയോ സെർച്ചിങ്ങിൽ മുന്നിലെത്തും. അതായത് നിങ്ങൾ എന്ത് കണ്ടൻസിനെ കുറിച്ചാണ് വീഡിയോ ഇടുന്നത്, ആ ഒരു കണ്ടൻറ്റ് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് ഇതിൻ്റെ അടിയിലായിട്ട് ഒരുപാട് സജസ്റ്റ് ആയിട്ട് ഒരുപാട് വേർഡ്സ് വരും. അപ്പോൾ വേർഡ്സ് എന്നല്ല ഒരു സെൻറ്റൻസ് വരും, ആ സെൻറ്റൻസ് തന്നെ ചേർക്കുക. പിന്നെ അതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സൊക്കെ നിങ്ങളുടെ ടാഗിലും ഹാഷ്ടാഗിലും ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ എന്തായാലും ഞാൻ ഉറപ്പ് നൽകിയാണ് വീഡിയോ എന്തായാലും പതിയെ വളർന്ന് പെട്ടെന്ന് ക്ലിക്കാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. യൂട്യൂബ് ചാനൽ ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവന് യൂട്യൂബിൽ സക്സസ് ഉണ്ടാവും. പിന്നെ വളരെ പെട്ടെന്ന് ക്ലിക്കാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആദ്യം പതിയെ പിന്നെ പെട്ടെന്ന് ക്ലിക്കാവും. കുറച്ച് ക്ഷമയുണ്ടാവണം. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ സക്സസ് ആവുന്നു എന്നുള്ളത് ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് പറയുന്നതായിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.